മാവുങ്കാൽ വ്യാപാര ഭവനിൽ വയോജനങ്ങൾക്കായി ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. മഹിളാ മോർച്ച ദേശീയ സമിതി അംഗം ML അശ്വിനി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. മടിക്കി കമ്മാരൻ സ്മാരക കൂട്ടായ്മയിലെ വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിലാണ് മാവുങ്കാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് മുൻനിർത്തി രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ ക്യാമ്പ് മഹിളാ മോർച്ച ദേശീയ സമിതി അംഗം ML അശ്വിനി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞെങ്കിൽ ഇത് എല്ലാ സ്കീംസുകൾ ആൾക്കാരെ ഇടയിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ് നേരിട്ട് നമ്മള് ആൾക്കാർ കൊടുക്കുന്നുണ്ട് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവർക്ക് പൊളിറ്റിക്കൽ ആയിട്ട് ഒരു ബാക്ക്വേർഡ് ഉണ്ടാവുമെന്ന് തോന്നലുണ്ടല്ലോ. ആ ഒരു തോന്നൽ കൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് കിട്ടേണ്ട എല്ലാ സ്കീംസുകളും ഇവർ ബ്ലോക്ക് ആക്കുന്നത്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന സ്കീംസുകൾ നമുക്ക് നേരിട്ടായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ഈ മഹാരാഷ്ട്ര ഇലക്ഷൻസ് ചാർജ് ഉണ്ടായിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് 3 മാസം അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചതാണ്. അവിടെ എത്രയോ നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് നേരിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മളെ യുവതി അവിടെ നമ്മുടെ മഹായുതി സർക്കാരാണ്. NDA അലയൻസിൽ BJP ഗവൺമെന്റ് ആണ് അവിടെ ഭരിക്കുന്നത്. ഇപ്പോ അവിടെ ലാഡ്കി ബഹൻ എന്ന് പറയുന്ന ഒരു സ്കീംസ് കൊണ്ടുവന്നിട്ട് കുറെ സമയമായി നിരന്തരമായിട്ട് 21 years to 60 years ഉള്ള എല്ലാ സ്ത്രീകൾക്ക് നേരിട്ടായിട്ട് സർക്കാരിന്റെ ഭാഗമായിട്ട് 1500 rupees അക്കൗണ്ടിൽ വരുന്നത്. ചടങ്ങിൽ വനിതാ വിംഗ് പ്രസിഡന്റ് മിനി മേലെടുക്കം അധ്യക്ഷയായി. BJP കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പ്രശാന്ത് സൌത്ത്, വർക്കിംഗ് ചെയർമാൻ രവീന്ദ്രൻ മാവുങ്കാൽ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത പള്ളോട്ട്, മധു പുതിയകണ്ഠം, ശ്രീദേവി രാംനഗർ, മറ്റു നേതാക്കളായ പ്രദീപൻ മാവുങ്കാൽ, ഗീതാ ബാബുരാജ്, P പത്മനാഭൻ, അജിത ഉണ്ണി, ഗംഗാധരൻ ആനന്ദാശ്രമം, വസന്ത ഗംഗാധരൻ, പ്രസാദ് മിഥില എന്നിവർ സംസാരിച്ചു. വിദ്യാലക്ഷ്മി സ്വാഗതവും മിനി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ മുതൽ നടന്ന ക്യാമ്പിൽ 750-ൽ പരം ആളുകൾ പങ്കെടുക്കുകയും പദ്ധതിയിൽ അംഗങ്ങളാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.